കേരളത്തിൽ പരക്കെ മഴയില്ലെങ്കിലും അങ്ങിങ്ങ് കാര്യമായി മഴ പെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പിഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെ കര തൊട്ടതിന് ശേഷവും കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നു. എന്തൊക്കെയാണ് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ എന്നറിയാൻ ഷെഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ഷെഫീദ്, കൂടുതൽ എന്ത് വിശേഷങ്ങളാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? എറണാകുളം ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. മറ്റ് ജില്ലകളിലും മഴയുണ്ടെന്നാണ് റിപ്പോർട്ട്. പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഡിസംബർ മാസം ആദ്യം തുലാവർഷം കടുത്തേക്കുമെന്നുള്ള സൂചനകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫിൻജാൽ ചുഴലിക്കാറ്റ് അതിന്റെ പ്രഭാവം, അത് പുതുച്ചേരിയിൽ തീരം തൊട്ട ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കൊണ്ട് കേരളത്തിൽ തുലാവർഷം അത് ഇരട്ടി പ്രഹരശേഷിയുള്ളതാകും എന്നുള്ളതാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. നിലവിലെ അറിയിപ്പ് പ്രകാരം ഡിസംബർ ആദ്യവാരം കേരളത്തിൽ ശക്തമായ മഴ പ്രവചിക്കുന്നുണ്ട്. ഇന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ പൊതുജനങ്ങൾ സ്വീകരിക്കണമെന്നുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിയും ഒരു അറിയിപ്പായി നൽകുന്നുണ്ട്. തുലാവർഷം തുടങ്ങിയ ഒക്ടോബർ മാസത്തിൽ പ്രതീക്ഷിച്ച മഴ കേരളത്തിൽ ലഭിച്ചിരുന്നില്ല. നവംബറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചെങ്കിലും സംസ്ഥാനത്താകെ വ്യാപിക്കുന്ന ഒരു മഴ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡിസംബർ ആദ്യത്തെ 2 വാരം അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശക്തമായ കാറ്റും വീശാനുള്ള സാധ്യത അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. മലയോര മേഖലയിലെ യാത്രാക്രമം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ ഈ കാലാവസ്ഥാ സാഹചര്യം മനസ്സിലാക്കിയിട്ടായിരിക്കും മുന്നറിയിപ്പുകൾ ഇനി ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കുക. താങ്ക് യു ഷെഫീദ് റാവുത്തർ.